വളരെ ശക്തിമാനായ തനിക്ക് ദുർബലനായ ആ മാനിനെ കീഴടക്കുവാൻ വളരെ എളുപ്പം സാധിക്കും എന്ന അമിതമായ ആത്മവിശ്വാസത്തോടെയാണ് കുതിര മാനിനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചത്. എന്നാൽ യുദ്ധം തുടങ്ങിയപ്പോൾ മാൻ കൊമ്പിൻ്റെ പ്രഹരമേറ്റ് കുതിര കീഴടങ്ങുകയായിരുന്നു. അപമാന ഭാരത്തോടെ അതെങ്ങോട്ടോ ഓടാൻ തുടങ്ങി. മനസ്സ് നിറയെ പ്രതികാര ചിന്തയുമായി അങ്ങനെ ഓടുന്നതിനിടെ മരച്ചുവട്ടിൽ തൻ്റെ ആയുധങ്ങളെല്ലാം വച്ച് വിശ്രമിക്കുന്ന ആ വേട്ടക്കാരനെ കണ്ടു. വേട്ടക്കാരനോട് കുതിര തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. എന്നെ കീഴടക്കിയ ആ മാനിനെ കൊന്നൊടുക്കുവാൻ നീ എന്നെ സഹായിക്കുമോ എന്നതായിരുന്നു കുതിരയുടെ അഭ്യർത്ഥന. ചെറുപുഞ്ചിരിയോടെ ആ വേട്ടക്കാരൻ അത് സമ്മതിച്ചു. എന്നാൽ അതീവ വേഗതയിലോടുന്ന മാനിനെ പിന്തുടർന്ന് കീഴടക്കാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിൻ്റെ മുഖത്ത് കടിഞ്ഞാണെല്ലാം ഘടിപ്പിച്ച് ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരുന്ന് നമുക്ക് ഒന്നിച്ച് മാനിനെ പിന്തുടർന്ന് കീഴടക്കാം എന്നതായിരുന്നു വേട്ടക്കാരൻ വച്ച നിർദ്ദേശം. പ്രതികാര ചിന്ത മനസ്സിൽ നിറഞ്ഞിരുന്ന കുതിര അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ കുതിരയുടെ മുഖത്ത് കടിഞ്ഞാണെല്ലാം ഘടിപ്പിച്ച് വേട്ടക്കാരൻ കുതിരപ്പുറത്ത് കയറി മാനിനെ പിന്തുടർന്ന് അമ്പെയ്ത് വീഴ്ത്തി. മാൻ മരിച്ചു എന്നുറപ്പായപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ കുതിര വേട്ടക്കാരനോട് നന്ദി പറയുകയും ഈ കടിഞ്ഞാണെല്ലാം ഇനി അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതേ പുഞ്ചിരിയോടെ വേട്ടക്കാരൻ പറഞ്ഞു, ഇല്ല, എനിക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തുടർ വേട്ടകൾക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കടിഞ്ഞാൺ ഒരിക്കലും നിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ അഴിച്ചെടുക്കില്ല. ഇനി മുതൽ നീ എൻ്റെ അടിമയായിരിക്കും. പ്രതികാര ചിന്ത മനസ്സിൽ നിറഞ്ഞ് പ്രതികാരദാഹികളായി ആരോടെങ്കിലുമൊക്കെ സഹായം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പക്ഷേ ജീവിതം മുഴുവൻ നാം അടിമപ്പെട്ടു പോകുവാൻ അത് കാരണമായേക്കാം. നന്ദി.